പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സിന്ധു രവികുമാർ. കുമരകം ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. നിസ്വാർത്ഥമായ ജനസേവനത്തിന് 2 തവണ എനിക്ക് അവസരം ലഭിച്ചു. ആ അവസരങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കേൾക്കുവാനും പരിഹരിക്കാവുന്നതെല്ലാം പരിഹരിക്കുവാനും കഴിഞ്ഞു. ഈ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും എനിക്ക് നേരിട്ടറിയാം. 2018-ലുണ്ടായ പ്രളയത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ താമസിച്ചിരുന്ന ദുരിതാശ്വാസ ക്യാമ്പ് ഞാൻ പഞ്ചായത്ത് അംഗമായിരുന്ന 10-ാം വാർഡിലായിരുന്നു. ആ സമയത്ത് ഇവിടുത്തെ ആളുകളുമായി കൂടുതൽ അടുക്കുവാനും ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഞാൻ പഞ്ചായത്ത് അംഗമായ വാർഡിലായിരുന്നു. ഈ 3 സ്കൂളുകളെയും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസത്തിന് 2 തവണ അവാർഡ് ലഭിച്ച ഒരു പഞ്ചായത്താണ് ഇത്. എന്നാൽ ധാരാളം ടൂറിസം സാധ്യതകളുള്ള പൊങ്ങലക്കരി പോലെയുള്ള ഒരു പ്രദേശങ്ങൾ ആ തരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രകൃതി സൗന്ദര്യം ധാരാളമുള്ള ഈ പ്രദേശത്ത് ഉത്തരവാദിത്ത ടൂറിസവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലൂടെ ഈ പ്രദേശത്തെ സാധാരണക്കാരന് സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുവാനുള്ള പ്രവൃത്തികൾ ചെയ്യാം. പരാധീനതകളും പോരായ്മകളും ഏറെയുള്ളൊരു പ്രദേശമാണിത്. സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു വാർഡാണിത്. ഭൂമിശാസ്ത്രപരമായിട്ട് ഏറ്റവും താണു കിടക്കുന്ന ഒരു പ്രദേശമാണ് അട്ടിപ്പിടിയിലുള്ള പൊങ്ങലക്കരി പ്രദേശം. വേലിയേറ്റ സമയത്ത് പോലും ഈ പ്രദേശത്ത് വെള്ളക്കെട്ടാണ്. ഒരു മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇടവഴികളെല്ലാം തന്നെ വെള്ളക്കെട്ടാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ ആ പ്രദേശത്തൊരു പുറംബണ്ട് നിർമ്മിച്ചുകൊണ്ട് ആളുകളെ സുരക്ഷിതരാക്കുക എന്നുള്ള ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നു. വെള്ളക്കെട്ടിൽ നിന്നും രക്ഷിക്കുവാൻ പൊങ്ങലക്കരി പ്രദേശത്തിന് ഒരു പുറംബണ്ട് അനിവാര്യമാണ്. മെത്രാംകായൽ കനാൽ ഷട്ടറുകൾ നിർമ്മിച്ച് തുറക്കും. വാതപ്പശ്ശേരി 4 പങ്ക് തോട് ആഴം കൂട്ടി നീരൊഴുക്ക് വർദ്ധിപ്പിക്കും. ഗ്രാമീണ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഈ പ്രദേശത്തെ ആളുകളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിന് ശ്രമിക്കും. ഭവനരഹിതരായ ആളുകൾക്ക് സുരേഷ് കുറുപ്പ് MLA ശ്രമഫലമായി റോട്ടറി ക്ലബ്ബ് വീട് നൽകി വരുന്നു. സംവിധായകൻ ജയരാജിൻ്റെ സഹായത്തോടെയും വീടുകൾ ലഭ്യമായിട്ടുണ്ട്. സുരേഷ് കുറുപ്പ് MLA ശുപാർശയോടുകൂടി ലഭിക്കപ്പെട്ട ഒരു ഭവനത്തിലാണ് ഞാനിപ്പോൾ താമസിക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ഭവനത്തിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വൈക്കത്തുള്ള റോട്ടറി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2018-ലെ വെള്ളപ്പൊക്ക മുഖാന്തരം വീട് നഷ്ടപ്പെട്ട എനിക്കും എന്നോടൊപ്പമുള്ള 25 കുടുംബങ്ങൾക്കുമാണ് കുമരകത്ത് ഈ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും MLA ആ ഒരു വലിയ ശുപാർശയാണ് ഈ മേഖല തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ 19 കുടുംബങ്ങൾക്ക് ഇവിടെ താമസയോഗ്യമായ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. MLA ഒരു പൂർണ്ണമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരം ഒരു വീട് ഇവിടെ പാവപ്പെട്ടവരായ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പണികളൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിലൊക്കെയും ഇവിടെ പഞ്ചായത്ത് മെമ്പറൊക്കെ ശുപാർശ ചെയ്ത ചില കോൺട്രാക്ടറുടെ ഒരു നിരുത്തരവാദിത്തപരമായ കാര്യം മൂലമാണ് ഈ പണികളൊക്കെ ഇപ്പോൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്. അതിനും അടിയന്തരമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഇത്തരണത്തിൽ ഞാൻ ചെയ്യുകയാണ്. ഇതുകൂടാതെ തന്നെ കുറുപ്പിൻ്റെതായ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നർ വീലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പണി ഇവിടെ നടക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. തന്നെയല്ല ഒട്ടനവധി ഇപ്പം ഈ പ്രദേശത്തേക്കുള്ള ഒരു നടപ്പാലമാണെങ്കിലും ഉണ്ടാക്കിയതിന് പിന്നിലൊക്കെയും സുരേഷ് കുറുപ്പിൻ്റെ നല്ലൊരു പങ്കാണ് അതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത് എന്ന വസ്തുതയും ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ നേരെ അക്കരെയുള്ള റോഡിൻ്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിനാവശ്യമായ എല്ലാ നടപടികളും മൈനർ ഇറിഗേഷനിൽ നിന്നും ലഭിക്കാൻ ആവശ്യമായ എല്ലാ ഒത്താശകളും ശുപാർശകളും ഒക്കെ ചെയ്ത ആളാണ് MLA എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ഈ പുറംബണ്ടിൻ്റെ ഈ കോളനിയുടെ പുറംബണ്ട് കെട്ടാൻ വേണ്ടി ഏതാണ്ട് എസ്റ്റിമേറ്റെല്ലാം പാസ്സായി കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. 2 കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ്. തീർച്ചയായിട്ടും മണ്ണൊലിപ്പ് തടഞ്ഞുകൊണ്ട് ഇപ്രകാരമുള്ളൊരു ബൃഹത് പദ്ധതിക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ MLA ഒരിക്കലും നമുക്ക് വിസ്മരിക്കാനാവതില്ല. പക്ഷേ ഇതൊക്കെയും മറച്ചു വെച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതൊക്കെയും ചില തൽപര കക്ഷികളുടേതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അപലപനീയമായ കാര്യമാണ്. തീർച്ചയായിട്ടും ആ വസ്തുതയെ വേണ്ടതുപോലെ മനസ്സിലാക്കണമെന്ന് ഇത്തരണത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
സുരേഷ് കുറുപ്പ് MLA ശ്രമഫലമായി റോട്ടറി ക്ലബിൻ്റെ ഒരു വീട് എനിക്ക് കിട്ടി. എൻ്റെ ഭാര്യ കിടപ്പായിട്ട് 12 വർഷമായി. CPMൻ്റെ ആൾക്കാരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചിഹ്നം നെൽക്കതിർ അരുവാൾ. എല്ലാവരും വോട്ട് ചെയ്ത് വൻപിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.